SIR-ൽ കണ്ടെത്താനാവാത്തവർ 24 ലക്ഷം പേരുടെ പട്ടികയിൽ വ്യാപക തെറ്റുണ്ടായെന്ന രാഷ്ട്രീയ പാർട്ടികൾ. CPM-ഉം കോൺഗ്രസും രാഷ്ട്രീയ പാർട്ടി യോഗത്തിൽ കടുത്ത വിമർശനവുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത്. കണ്ടെത്താനാവാത്തവർ എന്ന പട്ടികയിലുള്ളവരുടെ പേര് വിവരങ്ങൾ CPM നേതാവ് MV ജയരാജൻ ആ യോഗത്തിൽ വായിക്കുകയും ചെയ്തു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച SIR നിരീക്ഷകനും ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ പങ്കെടുത്തു. ഡി കോഡ് വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. 24.8 ലക്ഷം പേർ എവിടെ? നമുക്ക് കൃത്യമായി തന്നെ നോക്കാം. നോക്കൂ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഒരു പ്രാഥമിക വിവരങ്ങൾ അവർ തരം തിരിച്ചത് ഇങ്ങനെയാണ്. 24.8 ലക്ഷം പേർ എവിടെ എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ കണ്ടെത്താൻ കഴിയാതെ പോയിരിക്കുന്നത്, അതായത് മരണപ്പെട്ടവർ, കണ്ടെത്താൻ സാധിക്കാത്തവർ, സ്ഥിരമായി താമസം മാറിയവർ, ഇവരെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 24.8 ലക്ഷം പേരാണ് SIR പട്ടികയ്ക്ക് പുറത്തായത്. എന്നാൽ ഇതിൽ പലരും ഇപ്പോഴും പട്ടികയിൽ ഉൾപ്പെടാൻ ഉള്ളവരാണ് എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ തെളിവ് സഹിതം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ ധരിപ്പിച്ചിരിക്കുന്നത്. വോട്ടർമാരെ പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് എന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം. തെളിവുകൾ സഹിതം രാഷ്ട്രീയ പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ധരിപ്പിച്ചു. അപ്പോൾ ആ തെളിവ് എന്താണ് എന്നുള്ളത് നമ്മൾക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ ആ പ്രതികരണത്തിലൂടെ തന്നെ നമുക്ക് കാണാം. 2,78,10,000 നിന്ന് 2,78,50,000 എന്ന് പറഞ്ഞാൽ 40,000 വർധനവ് ഫ്രം ജനുവരി ടു ഒക്ടോബർ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ എടുക്കാം നമുക്ക്. അപ്പോൾ അത്രയും 40,000 വർധനവാണുള്ളത്. ഇവിടെ നിങ്ങൾ ഫോറം വിതരണം ചെയ്തതായി പറയപ്പെടുന്നത് 2,53,00,000 വരുന്ന ഈ ആളുകൾക്ക് മാത്രമാണ്. ബാക്കി ഫോറം എന്ത് ചെയ്തു? ഇത് നമുക്കറിയേണ്ട കാര്യമാണ്. അതിനു പുറമെയാണ് നോ മാപ്പിങ്ങിൽ പെടാത്തവരായ ആളുകൾ. അതിന്റെ ഗണവും കൃത്യമായിട്ടും പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട്. ഇപ്പൊ 5 കാറ്റഗറിയായി പ്രസിദ്ധീകരിച്ചതിൽ ഡിസംബർ 15-ന് 25 ലക്ഷവും ഡിസംബർ 20-ന് 24 ലക്ഷവും എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഈ കണക്കുകളിലെല്ലാം ഒരു പൊരുത്തക്കേടുണ്ട്. അർജുൻ S പൊതുവാൾ 287, EF റിഫ്യൂസ്ഡ് എന്നാണ്. ഇത് നിങ്ങൾ അവസാനത്തെ മറ്റുള്ളവർ എന്ന കാറ്റഗറിയിലാണ്. നോക്കൂ, കടുത്ത വിമർശനം MV ജയരാജൻ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന, ആ യോഗത്തിൽ ഉയർത്തുന്ന കൃത്യമായ വിവരങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് നോക്കാം. വോട്ടർമാരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിതരണം ചെയ്തത് അടുത്തതായ പ്രേക്ഷകർ കാണാൻ പോകുന്ന അക്കങ്ങളുള്ള അത്രയും നമ്പറാണ്. അതായത് ഫോമുകൾ, എനുമറേഷൻ ഫോമുകൾ വിതരണം ചെയ്യുന്നു. ഇത്രയും എനുമറേഷൻ ഫോമുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിതരണം ചെയ്തത്. ഇതിൽ എടുത്തു പറയേണ്ടത്, ഈ എനുമറേഷൻ ഫോമുകൾ ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തിരികെ വന്നതാണ് 6,45,548 വോട്ടർമാരാണ് ഡിജിറ്റലൈസേഷൻ കഴിഞ്ഞപ്പോൾ വന്നത്. അതാണ് ഇതിലുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായും എടുത്തു പറയുന്നത്. അതായത് ഒഴിവാക്കപ്പെട്ട വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 24,08,503 പേർ SIR-ന് പുറത്ത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇതാണ് ഈ കണക്കെന്ന് പറയുന്നത്. ഇനി നമ്മൾ തരം തിരിച്ച് നോക്കുകയാണ്. മരിച്ചവർ എത്രയാണ് എന്നുള്ള ഒഴിവാക്കപ്പെട്ടവരുടെ കണക്കുകൾ, മറ്റുള്ളവരുടെ കണക്കുകളെല്ലാം തന്നെ വിശദമായി തന്നെ നമുക്ക് ഗ്രാഫിക്സിന്റെ സഹായത്തോടു കൂടെ നമ്മൾ പരിശോധിക്കുകയാണ്. മരിച്ചവർ 6,49,885 പേർ മരിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. അവർ കണ്ടെത്തിയ വിവരങ്ങളാണ് ഞാനിപ്പോൾ പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത്. സ്ഥിരമായി താമസം മാറിയത് 8,16,221 പേർ സ്ഥിരമായി താമസം മാറിയിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ തവണ പട്ടികയിൽ ഉൾപ്പെട്ടത് 1,36,029 പേരാണ് ഒന്നിൽ കൂടുതൽ പട്ടികയിൽ ഉൾപ്പെട്ടത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമായും വാദിക്കുന്നത്. മറ്റുള്ളവർ 1,60,830 എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ഗണത്തിൽ പ്രധാനമായും എടുത്തു പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഒരു വിശദീകരണമുണ്ട്. ആ വിശദീകരണം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളത് പരിഗണിക്കും. അങ്ങനെയുള്ള ലിസ്റ്റ് ഡിഫക്ട്സ് താങ്കൾ കൊണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലിസ്റ്റ് EROമാർക്ക് കൈമാറണം എന്നുള്ളതാണ് താങ്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ അവർ ഉന്നയിച്ച സംശയങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ നൽകിയ മറുപടി ഇങ്ങനെയാണ്. നമ്മൾക്കൊപ്പം RB സനൂപും കൂടെ ചേരുകയാണ്.
ആർ.ബി. സനൂപ്, ഇന്ന് ഈ യോഗത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ കോൺഗ്രസും ഒപ്പം തന്നെ CPM-ഉം ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് സനൂപ്? എന്യൂമറേഷൻ ഫോം തിരികെ നൽകാത്തവരെ 5 കാറ്റഗറിയിലായിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മരണപ്പെട്ടവർ, കണ്ടെത്താൻ കഴിയാത്തവർ, സ്ഥിരമായി മാറിപ്പോയവർ, അതിനോടൊപ്പം തന്നെ ഒന്നിൽ കൂടുതൽ തവണ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ, മറ്റുള്ളവർ. ഈ മറ്റുള്ളവർ എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എന്യൂമറേഷൻ ഫോം BLO ചോദിച്ചിട്ടും തരാൻ വിസമ്മതിച്ചവരെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചത്. ഇന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം നടന്നിരുന്നു. അവർ ഈ പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ട 24.8 ലക്ഷം പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ ഗുരുതരമായിട്ടുള്ള പിശകുണ്ടെന്നാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. CPM-ഉം കോൺഗ്രസും ഉദാഹരണം സഹിതമാണ് ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഒരു ബൂത്തിൽ മാത്രം 1200 പേരുണ്ട്. എന്നാൽ അവിടെ 700 പേരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കണക്കാണ് വന്നിട്ടുള്ളത്. അത് എങ്ങനെ സാധിക്കും എന്നുള്ള കാര്യമാണ് രാഷ്ട്രീയ പാർട്ടികൾ ചോദിച്ചത്. CPM-ൽ നിന്ന് MB ജയരാജനാണ് പ്രതിനിധിയായിട്ട് പങ്കെടുത്തത്. അദ്ദേഹത്തിൻ്റെ ബൂത്തിൽ ഉൾപ്പെട്ട കാര്യം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ ഫോം നൽകാൻ വിസമ്മതിച്ചു എന്ന് പറയുന്ന ഒരു അർജുൻ എന്ന ആളുടെ പേര് സഹിതം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അർജുൻ ഇപ്പോഴും അവിടെയുണ്ട്. ഈ പറയുന്ന രീതിയിൽ ഫോം തിരികെ നൽകാൻ വിസമ്മതിച്ചു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതുപോലെ കണ്ടെത്താൻ കഴിയാത്തവർ എന്നുള്ള ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അവരിപ്പോഴും തൻ്റെ നാട്ടിലുണ്ട്. അവരൊക്കെ തന്നെ ഇനി എങ്ങനെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുമെന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് തന്നെ ഇതിൽ ഗുരുതരമായിട്ടുള്ള പിശകുണ്ട് എന്ന് രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. CPIയുടെ പ്രതിനിധിയായിട്ട് വന്നത് രാജാജി മാത്യു തോമസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരും കണ്ടെത്താൻ കഴിയാത്തവരുടെ ലിസ്റ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉദാഹരണ സഹിതം രാഷ്ട്രീയ പാർട്ടികൾ ഈ പിശകൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇതെല്ലാം തന്നെ പരിഹരിക്കണമെങ്കിൽ ഇനിയും സമയം വേണം. അതുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കൂടുതൽ സമയം നീട്ടി നൽകാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ശുപാർശ ചെയ്യണമെന്നൊരു ആവശ്യമാണ് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ അത് തൻ്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല എന്നുള്ള കാര്യം മാത്രമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഈ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ അറിയിച്ചത്. എന്നാൽ അപാകതകൾ പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ പറയുന്ന സമയത്ത് തന്നെ പുതിയതായിട്ടുള്ള വോട്ടർമാരെയും ഈ ലിസ്റ്റിൽ ഈ പറയുന്ന SIR-ൻ്റെ പുതിയ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ട നടപടികളും ജില്ലാ കളക്ടർമാർ സ്വീകരിക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട്. ഡിസംബർ 23-നാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. അന്ന് മുതൽ ജനുവരി 22 വരെ ആക്ഷേപങ്ങളും പരാതികളും ഉന്നയിക്കാൻ കഴിയും. ഫെബ്രുവരി 14 വരെയാണ് ഹിയറിങ്ങും മറ്റുമൊക്കെ നടക്കുന്നത്. ഫെബ്രുവരി 25-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. ശരി, ആർ.ബി. സനൂപാണ് കൃത്യമായ വിവരങ്ങൾ നമ്മൾക്ക് നൽകിയത്.